രാമ 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 പാഹി മാം. 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 നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യകയക്ഷഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നഗതാവസദേവ സമൂഹവും പുഷ്പവൃക്ഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമമാത്മാ രാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാർ. സീതാപതി രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധി ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവ ദേവേശ ജഗന്നാഥ നാരായണാനഖിലാധര നമോസ്തുതേ. വിശ്വസാക്ഷിം പരമാത്മൻ സനാതന വിശ്വമൂർത്തി പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിത്ഘനാത്മാവായി ശിവനായി നിരീഹനായി. ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസീന്ദ്രന്മാർ നിരാശയാ. തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം സ്വരൂപ പ്രഭു നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപതേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം. ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനയും നിഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരമാപതി പാതിയും പോയതു ഭൂഭാരമിന്നു നീ ബാധിച്ച് കുംഭകർണൻ തന്നെ കൊൽകയാൽ
ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു, മാനവവീരാ ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോൽ മറഞ്ഞേടിനാനന്നേരം. അതികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനിത്തതാ. ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസുമുന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവും മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പിട്ടു. ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാൻ, ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കരിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാം. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൽ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെൻവരും ഓർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവു കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുപട വൻകടൽ പോലെ വരുന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ. സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരേ. വാരണവാചിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു പലതായൊലിക്കുന്നതും. അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടോടേറ്റിതു വാരണമേറി മഹോദരവീരനും. തേരിലേറി തൃശിരസുമണഞ്ഞിതു മൂവരോടും പൊരുതീടിനാനങ്കദൻ. ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും തൃശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനം നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനുന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോടെ എതിർത്തതി സത്വരം. വിശ്വേകവീരനതികായനം നേരം അശ്വങ്ങളായിരം കൂട്ടിയ തീരത്തിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞനർത്യമുദ്ധത ചിത്തനാൽ. യുദ്ധത്തിനായി ചെറുഞാണലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠ പുത്രനടു
പോലെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോയി. ചിന്തമുഴുത്തേതുമാവതെല്ലാനേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാ സൗമിത്രിയോടു ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതു കൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്കനീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദമുൾക്കാമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ചു പുഷ്പകര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം. ഭൂമൗ പതിച്ചോരധികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികേ വച്ചു കൈ തൊഴുതിയിടിനാരാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാ വിധിയെന്നലറി ദശകണ്ഠൻ. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചേടിനാരേറ്റവരിന്തിനി നല്ലതു ശങ്കരാദേവമേ. യുദ്ധം വിലാപിച്ചു നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചേടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർന്നിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും ഉണർന്നിന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെത്തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദൻ വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭില പൊക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിത്തന്നേരം രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടു ജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ജരാധിപപുത്രനും എത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ. പോർക്കളം പുക്കൊരു നേരം കപികളും രാക്ഷസരെ ചെറുത്താത്തടുത്തേടിനാർ. മേഘജാലം വർഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകിത്തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജിപദാതിരഥികളും അന്തകന്തൻ പുരിയിൽ ചെന്നു പുക്കവർക്കന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ജയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണ വൃക്ഷപ്രവനന്മാർ വീണു തുടങ്ങിനാർ. വൻപരാമർക്കിടന്മാരുടെ മേലിൽ വന്നൻപതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ. 50 ബാണും വിവിധനേറ്റു പുനരൊൻപതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തരച്ചിതം വണ്ണമേറ്റു ഗന്ധമാദനന്മേലും 20
നീറ്റിതു നീലനും 30 മേരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമേലും 6 പനസനും 7 വിനതനീരാറു സുശേഷനും 8 ഭൂതനും 6 ബാണമൃഷഭനും കേസരിക്കാറുമൊരൻപതും കൂടെ വന്നേറ്റിതു 10 ശതബലിക്കൊൻപതു ധൂമ്രനും 10 മുരട്ടും പ്രമാധിക്കുമേറ്റിതു 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദധിമുഖന്മേലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗവയനും 5 ശരഭനും 3 ഒരു 4 മേറ്റു സുമുഖനും ദുർമുഖനേറ്റിതിരുപത്തിനാലമ്പു സംഹാരമായ 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടെമ്പതഗ്നിവദനനും അംഗതൻ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം യുദ്ധം കവികുല നായകന്മാർ 67 കോടിയും വീണിതു ഭൂതലെ മർക്കടന്മാർ 21 വെള്ളവുമർക്കത്തനയനും വേണോരനന്തരം ആവതില്ലേതുമിതിന്നു നമുക്കിന്നു ദേവദേവന്മാരുമന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷാരാഘവം മാറിയുമെഴുതു വീട്ടിടിനാൻ ഇഖനാഥൻ മഹാവീര്യപ്രദധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ശ്ലോകവും കൗണപാധീശ ജയത്തിനാലാഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പൊക്കിരുന്നേടിനാർ ലേഖസമൂഹവും മാഴി ഗതാശയാ. ഔഷധാഹരണയാത്ര. കൈകസിനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാർ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാരാക്കമേറും വായുപുത്രനുമന്നേരം ആരെങ്കിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിയതിനാർ പിന്നെയും ആധോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാലരുതാനിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാകരാർ നിങ്ങളുടെ ജീവനുണ്ടോ കപിപുങ്കവ നന്നായി എങ്കിൽ നീ എന്നെ അറിഞ്ഞതോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റുമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിതാശു വിഭീഷണനെന്തെടോ പാതാത്മജനിൽ വാത്സല്യമുണ്ടായതു രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാമവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതിന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചീലെന്നവൻ കാൽക്കൽ
ആമോദമുൾക്കൊണ്ടു വീഴുവണങ്ങിനാൻ. ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല. പോകവേണം നീ ഹിമവാനെയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയിലങ്ക നിശാഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളകൃതമീ. നാലുണ്ടു ദിവ്യൗഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുൻപിൽ വിശലകരണ്യെടോ, പിൻപു സന്ധാനകരണി, മൂന്നാമതും നല്ല സുവർണകരണി, നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ടു ശൃംഖങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നുമറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൾ വരിക. മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മാഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനിധിയുമളകാപുരം മേരുഗിരിയും വൃഷാഭാദ്രിയും കണ്ടു. മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൗഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ ആരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമിഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാ പൂർണ്ണമോദൻ തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാനർക്കോദയം വരും മുൻപേ ലഘൂതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം, ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണനക്കാലനേമിതനോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണനെന്നുടെ ശക്തിയേറ്റാശുവേ നേടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നുരണാങ്കണം തന്നെ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയുമടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൗഷധത്തിനു പോയിടിനാൻ. ചിന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോട് വായവും ചൊല്ലാമതിഞ്ഞടോ. താപസനാൻ ചെന്നു മാർഗമധ്യേ പൊക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര, സാമമാമെന്നുടെ വാക്കു കേൾക്കേണമേ.
നിന്നെ കുറിച്ചു മരിപ്പതിനെക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തന്തിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു, നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടുമെന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ടുകൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നെ മുനിവേഷവും പോണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസിദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മന ആത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യൻ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദിങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താൽപര്യമുൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതിയെന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമായതെന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രകളും കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളിടോ തന്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താകുമാത്മാവിനെയവൾ. കർത്തൃത്വോ ഭ്രോതൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകുമീശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധാത്മാ പരമേകനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണ വിമോഹത്തിനാൽ ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരാസ്തയാശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകിന്നാൾ വരുമാനന്ദനീതും വികൽപ്പമില്ലോകമേ. ധ്യാനിപ്പതിന്നു സമർത്ഥനെങ്കിലോ മാനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനാ ദേവനെ ആശ്രയിച്ചത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം പത്മകർണികാമധ്യേ സുവർണപീഠോൽപലേ രത്നഗണാജിതേ നിർമ്മലേ ലക്ഷ്മീ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചനമൈരാവതീ തുല്യ പീതാംബരധരം ഹാരകിരീട കേയൂരാംഗദാംഗുലീയോരു രത്നാഞ്ജിത കുണ്ഡല നൂപുരചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം
സർവവന്ദ്യ ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിലിങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാഹം ശിവ രാമദേവം ഭജിച്ചിടുമീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധത്താമ്രാക്ഷനായി വാളുമായി കൽകളം ഛേദിപ്പതിന്നുരുമ്പിട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമിടൂ. കാലനേമി ക്ഷണദാചരന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിരൂക്ഷതാഭാവമിതുകൊണ്ടു കിം ഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതെന്നുടെ സൽഗതിക്കെന്നു ധരിക്കണീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അത്യസമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം. ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. ആനാഹിതാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതമൃഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാ. ഇവിടെയൊരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാധവിഭ്രംശം വരുകയോ കേവലമോർക്കണമെന്നനോവിഭ്രമമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുംഗവാനുഗ്രഹ. യുദ്ധം നിരോധിച്ചൊരു യോജനായതം വിസ്താരമാണ്ട മായാശ്രമമശ്രമം രംഭാപന സഖർജൂരകേരാമ്രാതി സമ്പൂർണമത്യച്ചയോതോയവാപീയുതം. കാലനേമിത്രിയ ആചാരനം തത്ര ശാലയിലിട്ടു സസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢം അമ്മാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നത്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനജ്ഞനാനന്ദന്. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധി. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പോരാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. ഇങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നെൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നേടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൽ
കവി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരു ദാഹമതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു പൂയോ മുതാ കാലമേനിയും ചൊല്ലിനാ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചിന്നാനയച്ച വടുവിനോടുന്നുതാ കണ്ണുമടച്ചു വാവീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയായ മകരിയുമുന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരു പെട്ട നേരത്തു കണ്ണുമിടിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കപിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടുപോയതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തൊടു നാരീമണിയും ചേതോഹരാംഗിയാമപ്സര സ്ത്രീമണി. വാദാത്മജനോടു ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവരാ. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധ്യാനമായേതി നീ നാമം മഹാമതി. മാന്യനാം നീ ഇനി ഒന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമീ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താപക മാർഗവിഘ്നം വരുത്തുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദ ദ്രോണപർവ്വതം പ്രാപിച്ചു. ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദവംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മ ലോകത്തിനു പോകുന്നു വാനരവീരാ കുശലം ഭവിക്കതേ. ഓയാളിപ്പണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാനവനോടു ചൊന്നാനസുരനും വന്നിടുവാനിത്ര വൈകിയതിന്തിടോ. കാലമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്ക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ. ഒന്നടിച്ചാനതു കൊണ്ടവൻ തഥാ ചെന്നു പുക്കീരിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാജലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധാവാസാമൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിചേനാംഗബിംഗം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻ പോടു രാഘവൻ മുൻപിൽ വച്ചിണ്ടൽ തീർത്തിടിനാൻ വമ്പടയ്ക്കും നേരം. കൊണ്ടൽ നീർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമുഖം എഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായെങ്കിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലും നിരിന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാനരനിഷൻ കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലെത്തിയിടിനാർ എന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗുണം. രാമ 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 പാഹി മാം. രാമ 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 രാമ
പാഹി മാം രാമ 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 പാഹി മാം.